ഹായ് ഗൈസ് യു ഗൈസ് വെച്ച് ചെയ്യണ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫീനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഞാൻ കണ്ടു. ഇതൊരു ഹൊറർ മൂവിയാണ്. സത്യം പറഞ്ഞാൽ ഈ പടം കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ട്രെയിലറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ട്രെയിലർ തന്നെയാണ്. ചില പടങ്ങൾ അങ്ങനെയാണ്, ആ ട്രെയിലർ കണ്ടാൽ നമുക്ക് കാണാൻ തോന്നും. പിന്നെ ഏകദേശം അറിയാൻ പറ്റും എങ്ങനെയാണ് പടം മുന്നോട്ട് പോകുന്നതെന്ന്. അത് ആ ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ എവിടെയും കൊടുക്കാം ആ ട്രെയിലർ. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭരതൻ എന്ന് പറഞ്ഞ ആളാണ്. സ്ക്രീൻ പ്ലേ മിഥുൻ മാനുവൽ തോമസ് എന്ന് അറിയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഇപ്പം കാണാൻ തോന്നും. അങ്ങനെ ഒരു വിശ്വാസം വന്നു തുടങ്ങി. അത് കീപ്പ് ചെയ്ത് പോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. മൂപ്പര് ലാസ്റ്റ് ഇറങ്ങിയ കുറച്ച് പടങ്ങളൊക്കെ നൈസാണ്, നല്ല രസമുണ്ട്. പക്ഷെ അത് വിചാരിച്ച് ഇത് രസമാവും. ഇതിൽ പിന്നെ അഭിനയിച്ച അജു വർഗീസ് ഉണ്ട്, അനൂപ് മേനോനൊക്കെ ഉണ്ട്, നല്ല രീതിയിലാണ്. പിന്നെ അജു വർഗീസിൻ്റെ മക്കളായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ട്, അവരും കുഴപ്പമില്ല. ചെറിയ പിള്ളേരാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഭാര്യ എന്ന് പറയുന്നത് അത്യാവശ്യം അങ്ങനെ ഭയങ്കരമായിട്ട് അഭിനയിക്കാനുള്ള സംഭവങ്ങളൊന്നും മൂപ്പത്തിക്കില്ല, ചെയ്ത് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത്യാവശ്യം നൈസാണ്. പിന്നെ ഇതിൽ മ്യൂസിക് ചെയ്ത് സാം CS ആണ്. നമ്മളെ ഈ മലയാളം പടത്തിനൊക്കെ, മലയാളം ഹൊറർ മൂവിക്കൊക്കെ വിഷ്വലി അധികം അടിപൊളിയാക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര ബഡ്ജറ്റും അങ്ങനെ ഭയങ്കര കിടലാക്കാനൊന്നും പറ്റില്ല. കാരണം കിടിലൻ ബഡ്ജറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ പറ്റുന്ന രീതിയിൽ നോക്കാം. പക്ഷേ മ്യൂസിക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഭയങ്കര കിടിലാക്കാൻ പറ്റും. അത് ഇവർ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പ്രേതം പടത്തിന് വേണ്ട മെയിൻ കാര്യങ്ങളാണ്. വിഷ്വലി ചിലപ്പോൾ ഭയങ്കര കിടിലാണ്, നമ്മളെ പേടിക്കണമല്ലോ. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഉമ്പേ അതുകൊണ്ട് പേടിക്കണം, കുറച്ച മാതിരിയുണ്ട്. പിന്നെ സൗണ്ട് മുഖ്യമാണ്. സൗണ്ടും കിടിലാണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ ഇതിൽ കുറേ സീനിൽ സൗണ്ട് മതിയെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഇത് കുറേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അതായത് ഒത്തിരി ഹൊററായിട്ടുള്ള സീൻസൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. അത് ഫസ്റ്റ് ഹാഫിൽ അത് ചെയ്തതൊക്കെ ഭയങ്കര നീറ്റായിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് ചെറിയ എന്തോ എവിടെ ഇവിടെയൊക്കെ ലാഗ് തോന്നി. പാട്ടൊക്കെ വന്ന് അനാവശ്യമായിട്ട് അത് വേണമെന്ന് തോന്നിപ്പോയി. ആ പാട്ടൊക്കെ വേണോ എന്നൊക്കെ തോന്നിപ്പോയി. പെട്ടെന്ന് പറഞ്ഞാൽ പോരെ, ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരും കേട്ടോ, എനിക്കറിയില്ല. പക്ഷെ എന്തോ എവിടെയൊന്നും എനിക്ക് ലാഗ് തോന്നി. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ എൻഡിങ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അവിടെയുള്ള ക്രൗഡിന് എല്ലാവർക്കും അങ്ങനെ ലൈക്കായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഹൊറർ ഫിലിം ഇഷ്ടമുള്ളവരാണെങ്കിൽ വേണേൽ പോയി കാണാം. ഈ ഹൊറർ തീരെ താല്പര്യമില്ലാത്തവർ പോയി കാണരുത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹൊറർ പറ്റാത്തവരുണ്ടാവും, ഇവർ തിയേറ്ററിൽ പോയി കാണും. കണ്ടിട്ട് ഇവർ വെറുതെ കോമൻസ് അടിക്കണം. അങ്ങനെ ഒരുമാതിരി ചില കിട്ടുന്ന സീനൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു കിട്ടുന്ന സംഭവം ഉണ്ടാവുമെന്ന് നമുക്കിങ്ങനെ ഫീല് വരുത്തുന്ന സീനൊക്കെ ആയിരിക്കും. ഇവരപ്പുറത്തുനിന്ന് അയ്യേ ബഞ്ഞേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ഡയലോഗ് അടിക്കുമ്പോഴല്ലോ എനിക്കങ്ങോട്ട് കലിപ്പ് കയറും. മോനെ, എൻ്റെ കൈയിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ സൈസ് നോക്കണം കേട്ടോ. ഞാൻ എത്ര ഇതായതുകൊണ്ട് എനിക്ക് നടക്കില്ല. എന്നാലും ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും ഇങ്ങനെ അടിച്ച് പൊട്ടിക്കാനൊക്കെ. ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കഴിയുന്നത് നിങ്ങൾ ചെയ്യാതിരിക്കുക. അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് കുറേ പേര്. ഇത് ഈ വീഡിയോയിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിയുന്നത് ചെയ്യാണ്ടിരിക്കുക. മിണ്ടാതെ പേടിച്ച് തൂറിയിരിക്കുക. അവിടെ മിണ്ടാതെ മതി, വേറെ ഒരു കുഴപ്പമില്ല. കാരണം നല്ല പടങ്ങൾ ഒരാളെ ആ ഒരു നമ്മളിത് കഷ്ടപ്പെട്ട് കാണണമല്ലേ, ആ ഒരു ഫീലിംഗ് പോക്കരുത് പ്ലീസ്. അങ്ങനെ എന്നും കുറേ എണ്ണം ഉണ്ടായിരുന്നു ദേഷ്യം പിടിക്കുക. ഒരു കോളൊക്കെ അറ്റൻഡ് ചെയ്യുക തിയേറ്ററിൽ നിന്ന്. ഹലോ എന്താണ്, ജാട കൊടുത്തിക്കണില്ലേ, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ഈ പടത്തിന് സൈലൻസാണ് മെയിനായിട്ട് വേണ്ടത്. ഹൊറർ ഫിലിമിന് മനുഷ്യനിങ്ങനെ തലയ്ക്ക് കൈ വെച്ച് വേസ്റ്റ് ചെയ്യുക, എന്തേത്തും കഷ്ടമാണ്. കഴിയുന്നത് അങ്ങനത്തെ ഒരു പടത്തിന് വരാതിരിക്കുക, അതാണ് നല്ലത്. അപ്പോൾ പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഈ ഹൊറർ പേടിയുള്ളവരൊന്നും പോയി കാണണ്ട. അല്ലാത്തൊരു ഹൊറർ ഇഷ്ടമുള്ളവർ, എൻ്റെ ഫോണ് ഹൊറർ ഇഷ്ടമുള്ളവർ പോയി കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് നിങ്ങൾ തരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, ഈ പടം കണ്ട് ഇത് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം.